നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽ വേൾഡ് ചേലക്കര. മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽ വേൾഡ് ഒരുക്കിയിരിക്കുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ, ആക്സസറീസുകൾ, മൊബൈൽ സർവീസ്, റീചാർജുകൾ എന്നിവ റംല സെൽ വേൾഡിൽ ലഭ്യമാണ്. കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽ വേൾഡിൽ നിന്നും. റംല സെൽ വേൾഡ്, കുളപ്പുറത്ത് ടവർ, ബസ് സ്റ്റാൻഡിന് മുൻവശം, ചേലക്കര. ഫോൺ 8589000008, 8593000008. ടാർ ബാരലുകൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ പഴയന്നൂർ പോലീസിന്റെ പിടിയിൽ. തിരുവല്ലാമല മലേശമംഗലത്തു നിന്നും 58 ബാരൽ ടാർ മോഷ്ടിച്ച കേസിൽ 2 പേരെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പരുത്തിപ്പുള്ളി കോട്ടായി സ്വദേശി മാരിയിൽ വീട്ടിൽ അയ്യപ്പൻകുട്ടി, തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മൊയ്തീൻ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിലാവാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. നമ്മുടെ ഈ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് തിരുവല്ലാമല മലേശമംഗലം റോഡ് ടാർ ചെയ്യാനായിട്ട് അവിടെ ഒരു 60ഓളം ഡീപ്പ് ടാറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കോൺട്രാക്ടർ തൃശ്ശൂർ സ്വദേശിയാണ്, ഒരു ബിനു കുര്യൻ, എൽദോ കുര്യൻ. അപ്പൊ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉള്ളൊരു പീരീഡില് ഇത് കാണുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതി ലാസ്റ്റ് ആയിട്ട് അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോൾ ടാറ് കാണുന്നില്ല. 3-ാം തീയതി കണ്ടിട്ടുണ്ട്. അപ്പൊ ഓഗസ്റ്റ് 3-നും 10-നും ഇടയിലുള്ള ഏതോ ഒരു ദിവസം ഈ ടാറ് മോഷണം പോയിരുന്നു. ഞങ്ങളിവിടെ FIR രജിസ്റ്റർ ചെയ്തു, ഒരു ടീമിനുണ്ടാക്കി. ആ ടീം 2-3 സെക്ഷനായിട്ട് തിരിഞ്ഞ് വ്യാപകമായിട്ട് അന്വേഷണം നടത്തുകയുണ്ടായി. ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഒരു 7-8 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് ഈ മോഷണത്തിൽ. ഇതിൽ ഏത് ദിവസമാണെന്നത് കണ്ടുപിടിക്കാൻ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഈ തിരുവല്ലാമല മുതൽ മലേശമംഗലം, പെരിങ്ങോട്ടുകുരിശ് ആ റൂട്ടുള്ള ക്യാമറകൾ പരിശോധിക്കുകയും ഇതിന് തൊട്ടടുത്ത ക്യാമറകളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈഡ് ക്യാമറാസാണ് പരിശോധിക്കുന്നത്. നിയറസ്റ്റ് ക്യാമറ ഒന്നുമില്ല, അപ്പോൾ വൈഡ് ക്യാമറാസ്. അങ്ങനെയുള്ള ക്യാമറകൾ കെലക്ട്രോണിന്റെ സഹായത്തോടെ കെലക്ട്രോണിന്റെ ക്യാമറകളും അടുത്തുണ്ട്. അങ്ങനെ അതും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 2 വാഹനങ്ങൾ, അത് ഓഗസ്റ്റ് 8-ാം തീയതി രാത്രി ഒരു 7:30-36 ആ ഒരു 5 ടൈമില് 2 വാഹനങ്ങൾ അതിൽ പാസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ. അതായത് അവിടെ നിന്ന് പിന്നെ ഞങ്ങള് ഇവിടെ നെന്മാറ, ഗോവിന്ദാപുരം, പന്നിയങ്കര ടോള്, അതുപോലെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഒരു 300-നടുത്ത് ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ ഗോപാലപുരം എക്സൈസ് ഓഫീസിലുള്ള ക്യാമറയിൽ നിന്ന് ഞങ്ങൾക്ക് പൊള്ളാച്ചി ഭാഗത്തേക്കാണ് പോയത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതി രാത്രി 7:30 ഇവിടെ നിന്ന് ഐഷർ ലോറിയിൽ കയറ്റി. ദോസ്ത് പൈലറ്റാണ്, ശരി, ദോസ്ത് വാഹനം പിക്കപ്പ് ലോറി പൈലറ്റാണ്. ഈ ഐഷറിൽ കയറ്റി നേരെ പൊള്ളാച്ചി കൊണ്ടുപോയിട്ട് അവിടെ തിരുനെൽവേലി, കോയമ്പത്തൂരുള്ള മധുക്കര എന്ന് പറഞ്ഞ സ്ഥലം അല്ലെ, മധുക്കര, ആ സ്ഥലത്ത് ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതവിടെ വാങ്ങിയതൊരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന്റെ പേര് അലിഭായ് എന്നാണ്. അദ്ദേഹം അവിടുത്തെ സാധാരണ ഒരു കോൺട്രാക്ടറാണ്. അപ്പൊ ഇത് മോശമാണോ എന്താണെന്നും അവർക്ക് അറിയില്ലത്. അപ്രോക്സിമേറ്റ്ലി 4 ലക്ഷത്തോളം രൂപ സെയിലാക്കിയിട്ട് ആ എമൗണ്ട് ഇതിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ട് ഞങ്ങൾക്ക് പരിശോധിച്ചിട്ട് മനസ്സിലായി. അപ്പൊ ഈ ടാറ് ഞങ്ങൾ അവിടെ ചെന്ന് ആ ഗോഡൗൺ കണ്ട് അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത് മനസ്സിലായി. അതുപ്രകാരം കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരാള് ഇതിന്റെ മെയിൻ സഹായിയായിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം പാലക്കാട് കോട്ടായി സ്വദേശി. അങ്ങനെ അയ്യപ്പനിലേക്ക് അന്വേഷണം നീണ്ടു. അങ്ങനെ കൃത്യമായിട്ട് നമുക്കിതിന്റെ വേരുകൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാല് തമിഴ്നാട് റോഡ് ടാറിങ്ങിനുള്ള വർക്കുകൾക്ക് നമ്മുടെ ഇവിടത്തെ കൂട്ടുള്ള
ബില്ലിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പർച്ചേസ് ബിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളുടെ വർക്ക് നടത്തി കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ്. നമ്മുടെ ഇവിടെ IOCയുടെ BPCLന്റെയോ ബില്ല് വർക്കിനൊപ്പം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കിട്ടും. ഈ എഗോപിരി എന്ന ഒരാൾ വാങ്ങിയ ടാറുകളാണ് ഇവിടെ ഇറക്കി വെച്ചത്. ആ ടാറ് മോഷണം പോയി ഇത് നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടുത്തെ ലീഗൽ കോൺട്രാക്ടേഴ്സ് അയാൾക്ക് സെയിൽ ചെയ്യും. അതുവഴി അവിടെ ലീഗലാണ്, പക്ഷെ ഇവിടെ ഇത് പോസിബിൾ അല്ല. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതികൾ. അപ്പൊ ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ പ്രധാനപ്പെട്ട പ്രതികൾ ഈ ഷെയ്ഖ് മൊയ്തീനും ഈ അയ്യപ്പനുമാണ്. ഇത് കൂടാതെ ഈ ഐഷർ ലോറി ഓടിച്ചൊരു പ്രതിയും കൂടി കിട്ടാനുണ്ട്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല് ടാർ ഗവൺമെന്റ് ഇഷ്യൂ ആണ്. ഇവിടെ നമുക്ക് BPCലും IOCയും ഇഷ്യൂ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഏത് റോഡ് സൈഡിൽ ഈ ടാർ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പോലീസ് വേണമെങ്കിൽ അത് പരിശോധിക്കാം, കോൺട്രാക്ടർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം അതിന്റെ ബില്ലും ഇത് എല്ലാം നമുക്ക് പരിശോധിക്കുന്ന അധികാരമുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇദ്ദേഹം പരാതിയായിട്ട് ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു BPCലിന് ബില്ല് കാണുന്നു. അങ്ങനെ അദ്ദേഹം അത് ബില്ല് ഹാജരാക്കി. അതുകൂടാതെ ഇവിടുത്തെ PW ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ഹാജരാക്കിയപ്പോഴാണ് ഞങ്ങളത് ഉറപ്പുവരുത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ. കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് 2025 മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. വിമാനാകൃതിയിൽ പ്രവേശന കവാടം, കാശ്മീർ താഴ്വാരം, അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം, വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഫാമിലി ഗെയിംസ്, അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ്, കൊളംബസ്, ജയന്റ് വീൽ, ഡ്രാഗൺ ട്രെയിൻ, കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും. പ്രവേശനം വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ.